അധ്യായം 19. എന്താണൊരു വഴി? നീലിമ എന്തോ പറയാനൊരുങ്ങി. പക്ഷെ പെട്ടെന്ന് തന്നെ അവൾക്കത് വേണ്ടെന്ന് തോന്നി. സിദ്ധാർത്ഥ് നീലിമയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവൾക്ക് കല്യാണത്തിന് താല്പര്യമില്ലെന്ന് തന്നെ സിദ്ധാർത്ഥ് ഊഹിച്ചു. അവളെപ്പോലെയുള്ള ഒരു പെൺകുട്ടി ഒരിക്കലും അഗ്രിമെന്റ് കല്യാണത്തിന് സമ്മതിക്കാൻ സാധ്യതയില്ല. തനിക്ക് ഈ കല്യാണത്തിന് എന്തെങ്കിലും സമ്മതക്കുറവുണ്ടെങ്കിൽ ഇപ്പൊ പറയാം. ഇല്ല, എനിക്ക് സമ്മതമാണ്, നീലിമ പറഞ്ഞു. സുധാകര മേനോനിൽ നിന്ന് രക്ഷപ്പെടാനും അശ്വിനെ സുരക്ഷിതമായി ഒരിടത്ത് നിർത്താനും സിദ്ധാർത്ഥുമായുള്ള ആ വിവാഹം തന്നെ സഹായിക്കുമെന്ന് നീലിമയ്ക്ക് അറിയാമായിരുന്നു. എന്നാ ശരി, വാ, സൈൻ ചെയ്യാം, നീലിമ പറഞ്ഞു. രജിസ്റ്റർ ഓഫീസിൽ അധിക സമയമൊന്നും നിൽക്കേണ്ടി വന്നില്ല. നീലിമ സിദ്ധാർത്ഥിന്റെ കൂടെ രജിസ്റ്റർ ഓഫീസിൽ പ്രധാന ഉദ്യോഗസ്ഥന്റെ മുന്നിലേക്ക് ചെന്നു. അയാൾ അവർക്ക് നേരെ ഒരു ഫയൽ നീട്ടി. നീലിമ സിദ്ധാർത്ഥിനെയും അവന്റെ കയ്യിലിരിക്കുന്ന അശ്വിനെയും ഒന്ന് നോക്കിയ ശേഷം അതിൽ ഒപ്പുവെച്ചു. സിദ്ധാർത്ഥും അതുപോലെ ചെയ്തു. ഹായ്, ഡാഡിയുടെ അമ്മയുടെയും കല്യാണം കഴിഞ്ഞേ. അശ്വിൻ തുള്ളിച്ചാടി. അവന് ഭയങ്കര സന്തോഷം തോന്നി. അവന്റെ സന്തോഷം കണ്ട് നീലിമയ്ക്ക് മനസ്സ് നിറഞ്ഞു. തന്റെ മകൻ എത്രമാത്രം ഒരു അച്ഛന്റെ സമയം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് അവൾക്കറിയാം. നീലിമ അശ്വിനോടൊപ്പം രജിസ്റ്റർ ഓഫീസിന്റെ പുറത്തേക്ക് ഇറങ്ങി. സിദ്ധാർത്ഥ് വീണ്ടും ഉള്ളിലേക്ക് കയറി. അമ്മ, ഇനിയിപ്പോ അമ്മയ്ക്ക് ആരെയും പേടിക്കണ്ടല്ലോ, അമ്മ ഹാപ്പിയല്ലേ? അശ്വിൻ ചോദിച്ചു. ആ കൊച്ചു കുഞ്ഞിന്റെ പക്വതയുള്ള സംസാരം കേട്ടപ്പോൾ നീലിമ അവനെ ചേർത്ത് പിടിച്ചു ചോദിച്ചു. അമ്മയുടെ അച്ഛൻ ഹാപ്പിയല്ലേ? പിന്നെ അച്ഛന് ഭയങ്കര സന്തോഷമായി. എനിക്കെന്റെ ഡാഡിയെ കിട്ടിയില്ലേ? ഇനി ആ പിശാശ ആന്റി ഒന്നും ഇനി അച്ഛനില്ലെന്ന് പറഞ്ഞ് കളിയാക്കില്ലല്ലോ. എനിക്കിപ്പോ അച്ഛനുണ്ടല്ലോ. അത് കേട്ട് നീലിമയ്ക്ക് സങ്കടം തോന്നി. അഞ്ജലിയുടെ വാക്കുകൾ തന്റെ കുഞ്ഞിനെ വല്ലാതെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, ഇനി എന്റെ അച്ഛനെ ആരും ഒന്നും പറഞ്ഞ് വിഷമിപ്പിക്കില്ല കേട്ടോ. നീലിമ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. സിദ്ധാർത്ഥുമായി നടന്നത് വെറും ഒരു അഗ്രിമെന്റ് കല്യാണമാണെന്ന് അവൾക്കറിയാം. എന്നാലും അശ്വിൻ ഒരു ആപത്ത് വരാതെ സിദ്ധാർത്ഥ അവനെ നോക്കുമെന്ന് അവൾക്ക് ഉറപ്പുണ്ട്. അപ്പോഴേക്കും സിദ്ധാർത്ഥ് രജിസ്റ്റർ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വന്നു. അവന്റെ കയ്യിൽ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. അത് അവരുടെ മാരേജ് സർട്ടിഫിക്കറ്റ് ആയിരിക്കുമെന്ന് നീലിമ ഊഹിച്ചു. സിദ്ധാർത്ഥിന്റെ കൂടെ നീലിമയെ കണ്ടപ്പോൾ രജിസ്റ്റർ ഓഫീസിൽ പല ആവശ്യങ്ങൾക്കും വേണ്ടി എത്തിയ മിക്ക സ്ത്രീകളുടെയും നോട്ടം പിന്നെയും അവളിലായിരുന്നു. സിദ്ധാർത്ഥിനെ പോലെ ഒരാളെ ഭർത്താവായി കിട്ടിയ നീലിമ ഭാഗ്യവതി തന്നെയെന്ന് അവർ അടക്കം പറഞ്ഞു. സിദ്ധാർത്ഥ് കാണാൻ സുന്ദരനും അതിലുപരി കോടീശ്വരനുമാണ്. അതുകൊണ്ടാണ് ആളുകൾ തന്നെ ഇങ്ങനെ നോക്കുന്നതെന്നും നീലിമയ്ക്ക് മനസ്സിലായി. നീലിമ ആളുകളുടെ നോട്ടം നേരിടാൻ കഴിയാതെ കാറിലേക്ക് കയറിയിരുന്നു. കൂടെ അശ്വിനും ഉണ്ടായിരുന്നു. ഇവരുടെയൊക്കെ നോട്ടം കണ്ട ഞാൻ ഇയാളെ തട്ടിക്കൊണ്ടു കല്യാണം കഴിച്ച പോലെയാണല്ലോ, നീലിമ മനസ്സിൽ പറഞ്ഞു. സിദ്ധാർത്ഥും കാറിലേക്ക് കയറി അവളുടെ മുഖത്തേക്ക് നോക്കി. എന്തുപറ്റി, ഹാപ്പി അല്ലേ? ഹാപ്പി ആവാൻ ഇത് ശരിക്കുള്ള കല്യാണമൊന്നുമല്ലല്ലോ, നീലിമ ഉള്ളിൽ പറഞ്ഞു. എന്താ താനൊന്നും പറയാത്തത്? സിദ്ധാർത്ഥ് വീണ്ടും ചോദിച്ചു. ഹാപ്പിയാണ് സാർ, നീലിമ പറഞ്ഞു. സാർ ഒന്ന് വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഓ സോറി സിദ്ധാർത്ഥ്. പിന്നെ നിങ്ങളുടെ വാടക വീടിന്റെ റെന്റും മറ്റും ഞാൻ കൊടുത്ത് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. താൻ ഇനി എന്റെ വീട്ടിൽ താമസിച്ചാൽ മതി, സിദ്ധാർത്ഥ് പറഞ്ഞു. നീലിമ മറുത്തൊന്നും പറഞ്ഞില്ല. പോകാൻ മറ്റൊരിടവും ഇല്ലെന്ന് അവൾക്കും സിദ്ധാർത്ഥിനും നന്നായി അറിയാം. മാത്രമല്ല മറ്റൊരു വാടക വീട് എടുക്കാമെന്ന് വെച്ചാൽ അവിടെയും അഞ്ജലിയും കൂട്ടരും വരും. സിദ്ധാർത്ഥിന്റെ കൂടെയാവുമ്പോൾ ആരെയും പേടിക്കണ്ട. ശരി, നീലിമ പറഞ്ഞു. ഡാഡി, നമ്മളിപ്പോ അന്ന് പോയ വീട്ടിലേക്കാണ് പോകുന്നേ? അശ്വിൻ ചോദിച്ചു. അല്ല മോനെ, വേറൊരു വീട്ടിലേക്കാ, സിദ്ധാർത്ഥ് പറഞ്ഞു. നീലിമയ്ക്ക് എവിടെയെങ്കിലും ചെന്നൊന്ന് വിശ്രമിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ അത്രയ്ക്ക് ക്ഷീണിച്ചിരുന്നു. തലേ ദിവസമാണെങ്കിൽ ഒട്ടും ഉറങ്ങിയിട്ടുമില്ല. നീലിമയ്ക്ക് എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. പുതിയ ഡ്രസ്സോ മറ്റോ? സിദ്ധാർത്ഥ് ചോദിച്ചു. അതൊക്കെ പിന്നെ മതി, തൽക്കാലം വേണ്ടതൊക്കെ ബാഗിലുണ്ട്, നീലിമ പറഞ്ഞു. സിദ്ധാർത്ഥ് ഒന്ന് മൂളിയ ശേഷം കാറിന്റെ ഡ്രോയറിൽ നിന്ന് വേറൊരു ഫയൽ പുറത്തേക്കെടുത്തു. എന്നിട്ട് അത് നീലിമയ്ക്ക് നേരെ നീട്ടി. ഇത് വായിച്ചു നോക്കൂ. നീലിമ അത് വാങ്ങി. സിദ്ധാർത്ഥ് നേരത്തെ പറഞ്ഞ വിവാഹ ഉടമ്പടിയായിരിക്കാമെന്ന് അവൾ ഊഹിച്ചിരുന്നു. അവൾ ആ ഫയലിലെ റൂൾസ് മനസ്സിൽ വായിച്ചു. റൂൾ നമ്പർ 1, മറ്റുള്ളവരുടെ മുന്നിൽ മാത്രമായിരിക്കും നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ. റൂൾ നമ്പർ 2, 2 പേരിൽ ആർക്ക് വേണമെങ്കിലും ഈ വിവാഹം എപ്പോൾ വേണമെങ്കിലും റദ്ദ് ചെയ്യാനുള്ള അനുമതിയുണ്ട്. റൂൾ നമ്പർ 3, ശാരീരികമായോ മാനസികമായോ ഒരു തരത്തിലുള്ള ബന്ധവും തമ്മിലുണ്ടാവാൻ പാടില്ല. അങ്ങനെ നീളുന്ന ഒരുപാട് റൂൾസ് ഉണ്ടായിരുന്നു ആ ഫയലിൽ. അത് വായിച്ചപ്പോൾ നീലിമക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. എന്റെ ഈശ്വര, ഞാൻ മൂർഖനെങ്ങാനാണോ ചവിട്ടാൻ പോകുന്നത്? അവൾ മനസ്സിൽ ചോദിച്ചു. വായിച്ചു കഴിഞ്ഞെങ്കിൽ അതിലൊരു സൈൻ ഇട്ടേക്ക്, സിദ്ധാർത്ഥ് പറഞ്ഞു. ശരി. സിദ്ധാർത്ഥിന്റെ അടുത്ത് നിന്ന് ഒരു പേന വാങ്ങിയതിനു ശേഷം നീലിമ ആ ഫയലിൽ ഒപ്പുവെച്ചു. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കാൻ എന്നൊക്കെ തുടങ്ങുന്ന സിനിമാ ഗാനം തന്റെ പിന്നിൽ നിന്ന് ആരോ പാടുന്നത് പോലെ നീലിമയ്ക്ക് തോന്നി. അച്ഛനിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ഇയാളെ കെട്ടി, ഇനി ഇയാളിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റാരെങ്കിലും വരുത്തണോ ആവോ, നീലിമ ചിന്തിച്ചു. അപ്പോഴേക്കും അവരുടെ കാർ ഒരു വലിയ വീടിന് മുന്നിൽ കയറിയിരുന്നു. നീലിമ ആ വീട് കണ്ട് അമ്പരന്നു പോയി. മുൻപ് സിദ്ധാർത്ഥിന്റെ കുടുംബ വീട് കണ്ടതിന്റെ അത്ഭുതം തന്നെ അവൾക്ക് മാറിയിരുന്നില്ല. എന്റെ അമ്മോ, ഇത് ഇയാളുടെ വീടാണോ? ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്ക് ഇത്ര വലിയ വീട് എന്തിനാണാവോ, നീലിമ മനസ്സിൽ പറഞ്ഞു. സിദ്ധാർത്ഥ് ദേഷ്യക്കാരനാണ് എന്ന് അറിയാവുന്നത് കൊണ്ട് അവൾ അവനോടൊന്നും ചോദിച്ചില്ല. ബീച്ച് സൈഡിലായിരുന്നു ആ വീട്. സിദ്ധാർത്ഥ് കാറ് മാറ്റിയിടാൻ സെക്യൂരിറ്റിയോട് പറഞ്ഞതിനു ശേഷം കാറിൽ നിന്നിറങ്ങി. നീലിമയും അശ്വിനും അവന് പിന്നാലെ ഇറങ്ങി. ഡാഡി, ഇതാണോ നമ്മുടെ വീട്? അശ്വിൻ ചോദിച്ചു. അതെ, സിദ്ധാർത്ഥ് പറഞ്ഞു. അല്ല, നീലിമ ഒന്നും പറഞ്ഞില്ല.
തനിക്ക് ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഏയ് ഇല്ല സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥ് വീടിന്റെ അകത്തേക്ക് കയറി. അപ്പോൾ ഒരു പ്രായമായ സ്ത്രീ അകത്തു നിന്ന് ഇറങ്ങി വന്നു. അവർ സിദ്ധാർത്ഥിന്റെ ആയ മല്ലികയായിരുന്നു. അവരാണ് ആ വീട്ടിലെ പാചകവും മറ്റും നോക്കി നടത്തുന്നത്. ഒരുപാട് കാലമായി അവർ സിദ്ധാർത്ഥിന്റെ കൂടെ ആ വീട്ടിലാണ് താമസം. അല്ല, കുഞ്ഞിന് നേരത്തെയാണല്ലോ? മല്ലിക സിദ്ധാർത്ഥിനെ കണ്ടപാടെ ചോദിച്ചു. ഞാൻ ഇവരെ ഇവിടെ വിടാൻ വേണ്ടി വന്നതാ. ഉടനെ പോവും, സിദ്ധാർത്ഥ് നീലിമയെയും അശ്വിനെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് മല്ലിക സിദ്ധാർത്ഥിന്റെ പുറകിൽ നിൽക്കുന്ന സുന്ദരിയായ പെൺകുട്ടിയെയും അവളുടെ കയ്യിലുള്ള കുഞ്ഞിനെയും കാണുന്നത്. അല്ല, ആരെ ഇവരൊക്കെ? മല്ലിക ചോദിച്ചു. അതൊക്കെ പറയാം, തൽക്കാലം മല്ലികാമ്മ ഇവർക്ക് മുറി കാണിച്ചു കൊടുക്ക്, സിദ്ധാർത്ഥ് പറഞ്ഞു. ശരി കുഞ്ഞെ. കല്യാണ വേഷത്തിൽ നിൽക്കുന്ന നീലിമയെ കണ്ടപ്പോൾ തന്നെ മല്ലികയ്ക്ക് സിദ്ധാർത്ഥ് കല്യാണം കഴിച്ച പെൺകുട്ടിയാണെന്ന് തോന്നിയിരുന്നു. പോരാത്തതിന് അവളുടെ കയ്യിലിരുന്ന കുഞ്ഞിന് സിദ്ധാർത്ഥിന്റെ മുഖച്ഛായയുമുണ്ട്. പലതും ചോദിക്കണമെന്നുണ്ടായിട്ടും മല്ലിക കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ നീലിമയും കുഞ്ഞിനെയും കൂട്ടി മുകളിലേക്ക് നടന്നു. വരും മോളെ. നീലിമ അവരെ നോക്കി. മല്ലിക വളരെ സാധുവായ സ്ത്രീയാണെന്ന് നീലിമയ്ക്ക് ഒറ്റ നിമിഷത്തിൽ തന്നെ മനസ്സിലായിരുന്നു. സിദ്ധാർത്ഥിന്റെ മുറിയിലേക്കാണ് മല്ലിക അവരെ കൂട്ടിക്കൊണ്ടു പോയത്. ആ മുറി അത്യാവശ്യം വലിയ മുറിയായിരുന്നു. ചെറിയ ഹോം തിയേറ്റർ അടക്കം ആ മുറിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. നീലിമയ്ക്ക് ആ മുറി കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി. അത്ര വലിയ ബെഡ്റൂം അവൾ ജീവിതത്തിൽ ആദ്യമായി കാണുകയാണോ? ഇതാണ് സിദ്ധാർത്ഥ കുഞ്ഞിന്റെ മുറി. ഇനി മോളും ഇവിടെയല്ലേ? അവൾക്ക് ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെങ്കിൽ പറഞ്ഞോളൂ, വേണ്ടത് ചെയ്യാം, മല്ലിക പറഞ്ഞു. അയ്യോ, എനിക്ക് വേറെ മുറി മതി, നീലിമ പരിഭ്രമത്തോടെ മല്ലികയെ നോക്കി പറഞ്ഞു. അതെന്താ മോളെ, സിദ്ധാർത്ഥിന്റെ കൂടെയല്ലേ മോള് താമസിക്കേണ്ടത്? അവരുടെ സംസാരം കേട്ടുകൊണ്ടാണ് സിദ്ധാർത്ഥ് അവിടേക്ക് വന്നത്. ഈ മുറിയല്ല, അവർക്ക് ഗസ്റ്റ് റൂം കാണിച്ചു കൊടുക്ക്, സിദ്ധാർത്ഥ് പറഞ്ഞു. പക്ഷേ മോനി കുട്ടി. മല്ലിക എന്തോ ചോദിക്കാനൊരുങ്ങി. മല്ലികാമയ്ക്ക് എന്താ ചോദിക്കാനുള്ളതെന്ന് എനിക്കറിയാം. ഊഹിച്ചത് ശരിയാണ്, ഈ കുട്ടി എന്റെ ഭാര്യയാണ്. സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് നീലിമയ്ക്ക് മനസ്സിലൊരു സന്തോഷം തോന്നി. എന്ത് എഗ്രിമെന്റ് ആണെന്ന് പറഞ്ഞാലും സിദ്ധാർത്ഥ് ഇപ്പോൾ തന്റെ ഭർത്താവാണ്. സിദ്ധാർത്ഥ് തുടർന്നു. പക്ഷേ ഈ ബെഡ്റൂമിലല്ല നീലിമ തൽക്കാലം താമസിക്കുന്നത്. കുഞ്ഞിനും അവൾക്കും വേണ്ട എല്ലാ സൗകര്യങ്ങളും ഗസ്റ്റ് റൂമിൽ റെഡിയാക്ക്. ശരി കുഞ്ഞ്. മല്ലിക വിനയത്തോടെ സിദ്ധാർത്ഥിനെ നോക്കി. മോള് വരൂ, ദാ ഗസ്റ്റ് റൂം അവിടെയാ. നീലിമ അശ്വിനോടൊപ്പം ആ സ്ത്രീക്ക് പിന്നാലെ നടന്നു. ഗസ്റ്റ് റൂമിൽ അവരെ കൊണ്ടു ചെന്നാക്കിയതിനു ശേഷം മല്ലിക പറഞ്ഞു, മോള് വിശ്രമിക്ക്, ഞാന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അവരത് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. നീലിമ ആ ഗസ്റ്റ് റൂം ചുറ്റും നടന്നു കണ്ടു. സിദ്ധാർത്ഥിന്റെ ബെഡ്റൂമിന്റെ അത്രത്തോളം ഇല്ലെങ്കിലും ഗസ്റ്റ് റൂമും ഭംഗിയായി ഒരുക്കിയിരിക്കുന്നു. അവൾ മുറി കണ്ടു നിൽക്കെ സിദ്ധാർത്ഥ് അവിടേക്ക് വന്നു. നീലിമയ്ക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ മല്ലികാമയോട് പറഞ്ഞാൽ മതി. വല്ല ഡ്രസ്സോ മറ്റോ വേണമെങ്കിൽ, സിദ്ധാർത്ഥ് പറഞ്ഞു. ആ ശരി. നീലിമ തലയാട്ടി. അശ്വിന് നല്ല ഉറക്കക്ഷീണമായിരുന്നതുകൊണ്ട് അവൻ ബെഡിൽ കയറി കിടന്നിരുന്നു. സിദ്ധാർത്ഥ് നീലിമയോട് സംസാരിക്കുന്നത് അശ്വിൻ കേട്ടില്ല. പിന്നെ അച്ഛൻ എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, സിദ്ധാർത്ഥ് പറഞ്ഞു. ശരി. പിന്നെ നീലിമ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇവിടെ ഒരു കുറവും വരില്ല, തനിക്കും കുഞ്ഞിനും. അതെനിക്കറിയാം. എന്നാ ഞാൻ ഇറങ്ങുവാ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താൻ വിളിച്ചോ. ശരി. നീലിമ അത് കേട്ട് തലയാട്ടി. സിദ്ധാർത്ഥ് അവളെ ഒന്നുകൂടി നോക്കിയ ശേഷം അവിടെ നിന്നും ഇറങ്ങിപ്പോയി. നീലിമ അവൻ പോകുന്നത് നോക്കി മുകളിലിരുന്നു. സിദ്ധാർത്ഥ് ഓഫീസിന്റെ ക്യാബിനിൽ നിന്ന് ഫയലുകൾ മറിച്ചു നോക്കുകയാണ്. അന്ന് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. എന്നിട്ടും നീലിമയ്ക്കും കുഞ്ഞിനും വേണ്ടി അവൻ എല്ലാ തിരക്കും മാറ്റിവെച്ചു. അശ്വിനെ നേരിൽ കണ്ടപ്പോൾ അന്ന് അമ്മയുടെ മുഖത്ത് ഉണ്ടായ അതേ അത്ഭുതം ഇന്ന് മല്ലികയിലും കണ്ടു. അതിന്റെ അമ്പരപ്പിലായിരുന്നു സിദ്ധാർത്ഥ്. കാണുന്ന എല്ലാവരും അവൻ തന്റെ മകനാണെന്നേ കരുതൂ. അതെങ്ങനെയാവും അശ്വിൻ ഇത്ര മുഖസാദൃശ്യം കിട്ടിയത്? സിദ്ധാർത്ഥ് ചിന്തിച്ചു. തനിക്കൊരു കുട്ടിയുണ്ടായാൽ അത് ഉറപ്പായും അശ്വിനെ പോലെ തന്നെ ആയിരിക്കും. അങ്ങനെ ചിന്തിച്ചിരിക്കെ സിദ്ധാർത്ഥിന്റെ സുഹൃത്ത് ഹേമന്ത് അവിടേക്ക് കയറി വന്നു. അല്ല സിദ്ധു, നീ കല്യാണം കഴിച്ചെന്ന് കേട്ടല്ലോ? ഹേമന്ത് യാതൊരു മുഖവിരയില്ലാതെ ചോദിച്ചു. സിദ്ധാർത്ഥ് അത് കേട്ട് അമ്പരുന്നു. രഹസ്യമായി നടത്തിയ വിവാഹമാണ്, എന്നിട്ടും ഇവനെങ്ങനെ ഈ കാര്യം അറിഞ്ഞുവെന്നാണ് സിദ്ധാർത്ഥ് ചിന്തിച്ചത്. നീ ഇതെങ്ങനെ അറിഞ്ഞു? ഹോ അതോ, എന്റെ വകയിലൊരു കുഞ്ഞമ്മ രജിസ്റ്റർ ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അവര് വിളിച്ചു പറഞ്ഞതാ. അപ്പൊ തന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നു, ഹേമന്ത് പറഞ്ഞു. നീ ആദ്യ കുഞ്ഞമ്മയെ വിളിച്ചിട്ട് ഈ ന്യൂസ് സ്പ്രെഡ് ആവാതെ നോക്കാൻ പറ, സിദ്ധാർത്ഥ് പറഞ്ഞു. ഹാ ബെസ്റ്റ്, അവരൊരു ആകാശവാണിയാണ്, അറിഞ്ഞ കാര്യം എല്ലാവരെയും അറിയിച്ചാലേ സമാധാനം കിട്ടൂ. എന്തായാലും ഞാൻ പറഞ്ഞു നോക്കാം, ഹേമന്ത് പറഞ്ഞു. അല്ല അത് പോട്ടെ, മിസ്റ്റർ ബാച്ചലറായി നടന്ന മിസ്റ്റർ സിദ്ധാർത്ഥ് ശിവയെ കീഴടക്കാമെന്ന അപ്സരസ് ഏതാ? നീ അങ്ങനെ എളുപ്പം വീഴുന്നവനല്ല എന്ന് എനിക്കറിയാം. സോ വേഗം പറ, ആരാ ഭാഗ്യവതി? ഹേമന്ത് കസാരയിൽ ഇരുന്നു കൊണ്ട് ചോദിച്ചു. നിനക്ക് വേറെ പണിയില്ലേ? എനിക്കിവിടെ ഒരുപാട് ജോലി പെൻഡിങ്ങിലുണ്ട്, നമുക്ക് ഈ വിഷയം പിന്നീട് സംസാരിക്കാം, സിദ്ധാർത്ഥ് പറഞ്ഞു. എന്നാലും പെണ്ണേതാന്ന് പറയുന്നത് കൊണ്ടെന്താ? ഹേമന്ത് അവന് ദേഷ്യം പിടിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞു. നിനക്കതറിഞ്ഞിട്ട് ഇപ്പൊ വല്ല അത്യാവശ്യമുണ്ടോ ഹേമന്ത്? ഷെടാ, ഇതെന്ത് കൂത്ത്? നിനക്കെന്താ സിദ്ധു പെണ്ണിന്റെ പേര് പറഞ്ഞ? നീ ഒന്ന് പോയെ, സിദ്ധാർത്ഥ് അത് പറഞ്ഞിട്ട് ഫയലുകൾ നോക്കുന്നതിലേക്ക് ശ്രദ്ധ മാറ്റി. സിദ്ധാർത്ഥിന്റെ ഒഴിഞ്ഞുമാറൽ കണ്ടപ്പോൾ ഹേമന്തിന് എന്തോ സംശയം തോന്നി. സത്യം പറയടാ, അത് ആ കൊച്ചല്ലേ? ഹേമന്ത് ചെറിയൊരു പുഞ്ചിരിയോടെ സിദ്ധാർത്ഥിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഏത് കൊച്ച്?
സിദ്ധാർത്ഥ് അവനെ സംശയത്തോടെ നോക്കി. അന്ന് നമ്മൾ രണ്ടാളും റെസ്റ്റോറന്റിൽ വെച്ച് കണ്ട കുട്ടി നീലിമ, അവളെയാണോ നീ കല്യാണം കഴിച്ചിരിക്കുന്നത്? ആണെങ്കിൽ പിന്നെ നിനക്കെന്താ? സിദ്ധാർത്ഥ് അല്പം ദേഷ്യത്തിലാണ് അത് പറഞ്ഞത്. നീ പറയണ്ട, ഞാനത് കണ്ടുപിടിച്ചോളാം. അല്ല അത് പോട്ടെ, പെട്ടെന്ന് എന്താ അതൊരു രഹസ്യ കല്യാണം? സാധാരണ പെണ്ണെന്ന് എഴുതി വെച്ച ആ ഏരിയയിലോട്ട് പോകാത്തവനാണല്ലോ നീ. സിദ്ധാർത്ഥിനെ നേർക്ക് നോക്കി ഹേമന്ത് ചോദിച്ചു. ഹോ എടാ, നിനക്കിപ്പോ എന്താ വേണ്ടത്? ഞാനൊരു ജോലി ചെയ്യുന്ന നീ കാണുന്നില്ലേ? നമുക്ക് പിന്നെ സംസാരിക്കാം. സിദ്ധാർത്ഥ് സഹികെട്ടു പറഞ്ഞു. അല്ല സിദ്ധു, ഞാൻ എപ്പോഴും ചോദിക്കണമെന്ന് വിചാരിക്കും. നിനക്കെന്താ പെണ്ണുങ്ങളോട് ഒരു വെറുപ്പ്? പണ്ട് സ്കൂളിലോ കോളേജിലോ മറ്റോ നിന്നെ ആരെങ്കിലും സ്നേഹിച്ച് തേച്ചൊട്ടിച്ചിട്ടുണ്ടോ? അതാണോ നീ ഇതുവരെ കല്യാണത്തിന് സമ്മതിക്കാതിരുന്നത്? ഹേമന്ത് തന്നെ കളിയാക്കുകയാണെന്ന് മനസ്സിലാക്കിയ സിദ്ധാർത്ഥ് മറുപടി പറഞ്ഞില്ല. പക്ഷെ ഹേമന്ത് വിടാനുള്ള ഭാവമുണ്ടായിരുന്നില്ല. അല്ല, ഇങ്ങോട്ട് വന്ന് പല പെണ്ണുങ്ങളും അപ്രോച്ച് ചെയ്തിട്ടും നീ ഒരാളോടും ഒരു തരത്തിലും ബന്ധം സ്ഥാപിച്ചിട്ടില്ല. നിനക്ക് മുമ്പ് വല്ല മോശമായ ഇൻസിഡന്റ് നടന്നിട്ടുണ്ടോ? ഒരു കോപ്പുമില്ല. നീ ഒന്ന് പോയി തരൂ നീ. സിദ്ധാർത്ഥ് പറഞ്ഞു. ഞാൻ പോയേക്കാം. എന്നാലും നിന്റെ മനസ്സിൽ എന്തോ വിഷമം കിടക്കുന്നുണ്ട്. സത്യം പറ, നീ ആരെങ്കിലും ശാരീരികമായി ഉപയോഗിച്ച് കടന്നു കളഞ്ഞിട്ടുണ്ടോ? ആ കുറ്റബോധം കൊണ്ടല്ലേടാ നീ ഇതുവരെയും പെണ്ണ് കെട്ടാതിരുന്നത്? ഹേമന്ത് തമാശ പോലെയാണ് അത് ചോദിച്ചത്. ഹേമന്ത് ചോദിച്ചത് കേട്ട സിദ്ധാർത്ഥി എന്തോ ആലോചിച്ചു. 5 വർഷം മുൻപ് ബോധമില്ലാത്ത രാത്രിയിൽ ഒരു പെണ്ണിന്റെ കൂടെ കഴിയേണ്ടി വന്നത് അവന്റെ ഓർമ്മയിലേക്ക് വന്നു. അവന് മനസ്സിൽ വല്ലാത്ത കുറ്റബോധം തോന്നി. ആ പെൺകുട്ടി ഇപ്പോ എവിടെയായിരിക്കുമെന്ന് അവൻ ആലോചിച്ചു. സിദ്ധാർത്ഥ് അസ്വസ്ഥനാവുന്നത് കണ്ട ഹേമന്ത് വിഷയം മാറ്റിക്കൊണ്ട് പറഞ്ഞു. സിദ്ധു, അത് പോട്ടെ, ഇനി എന്താ നിന്റെ പ്ലാൻ? കല്യാണം കഴിച്ച കാര്യം വീട്ടിൽ അറിയിക്കുന്നില്ലേ? അപ്പോഴാണ് സിദ്ധാർത്ഥ് അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. നീലിമയെ വിവാഹം കഴിച്ച കാര്യം വീട്ടിൽ അറിയിക്കുന്നത് ഒരു ചടങ്ങ് പരിപാടിയാണ്. അമ്മ എത്ര നിർബന്ധിച്ചിട്ടും ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിച്ചോ എന്ന് പറഞ്ഞിട്ടും താൻ അവരെ ഒന്നും അറിയിക്കാതെ രജിസ്റ്റർ ചെയ്യുകയാണ് ഉണ്ടായത്. അതിന്റെ പരിഭവം അമ്മക്ക് എന്തായാലും ഉണ്ടാകും. അതോടെ അശ്വിൻ തന്റെ മകൻ തന്നെയാണെന്ന് അമ്മ ഉറപ്പിക്കുകയും ചെയ്യും. എന്താണൊരു വഴി? സിദ്ധാർത്ഥ് ആലോചിച്ചു.